ലൈംഗികാതിക്രമത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ പരാതിയിൽ യുവതിയുടെ മൊഴിയെടുക്കാൻ സാധ്യത. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. 2023 പെൺകുട്ടിയുമായി രാഹുൽ ബന്ധം സ്ഥാപിച്ചെന്നാണ് എഫ്ഐആർ. രാഹുൽ പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു. പെൺകുട്ടിയുടെ ശരീരത്തിൽ രാഹുൽ നിരവധി മുറിവുകളുണ്ടാക്കി. ഫെനി നൈനാനെതിരെയും എഫ്ഐആറിൽ പരാമർശം. നൽകിയ പരാതിയിലാണ് പോലീസിന്റെ എഫ്ഐആർ. ഹോം സ്റ്റേയിൽ വെച്ച് അതിക്രൂരമായി പീഡിപ്പിച്ചുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ശരീരത്തിലുടനീളം മുറിവുകൾ ഉണ്ടാക്കിയായിരുന്നു പീഡനം. വിവാഹ വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ച് ഹോം സ്റ്റേയിലേക്ക് ക്ഷണിച്ചു വരുത്തിയായിരുന്നു പീഡനമെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന് യുവതി നൽകിയ പരാതി KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസമാണ് DGPക്ക് കൈമാറിയത്. DGPയുടെ നിർദ്ദേശാനുസരണം ക്രൈംബ്രാഞ്ചാണ് കേസ് ഏറ്റെടുത്തത്. ബലാത്സംഗ കുറ്റമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. DYSP സജീവന്റെ നേതൃത്വത്തിലാണ് കേസിന്റെ അന്വേഷണം. യുവതിയിൽ നിന്ന് വിശദമായ മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട് സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് വിവാഹ വാഗ്ദാനം നൽകുകയുമായിരുന്നുവെന്നാണ് യുവതിയുടെ പരാതി. രാഹുലിന് സ്ഥിര ജോലി ഇല്ലാത്തത് കാരണം വീട്ടുകാർ വിവാഹത്തിന് സമ്മതിച്ചില്ലെന്നും പിന്നീട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായതോടെ സമ്മതിച്ചുവെന്നും പരാതിയിൽ പറയുന്നു. വീട്ടുകാരെ കാണുന്നതിന് മുൻപ് നേരിൽ കാണണമെന്ന് പറഞ്ഞായിരുന്നു ഹോം സ്റ്റേയിലേക്ക് വിളിച്ചത്. പീഡനത്തിന് ശേഷം വിവാഹത്തിൽ നിന്ന് പല കാരണങ്ങൾ പറഞ്ഞ് രാഹുൽ ഒഴിഞ്ഞുമാറുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു. ജനം, തിരുവനന്തപുരം.